ഞാനൊരു കഥ പറയാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. നാട്ടിലെ എലികളെല്ലാവരും കൂടെ ഒരു യോഗം വിളിച്ചു കൂട്ടും. എന്നിട്ട് പ്രായം ചെന്നൊരു എലി ചോദിക്കും, നിങ്ങൾക്കെല്ലാവർക്കും ഇന്ന് ഇവിടെ യോഗം വിളിച്ചു കൂട്ടുന്നതിൻ്റെ കാരണം മനസ്സിലായല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ എല്ലാ എലികളും പറയാം മനസ്സിലായെന്ന് പറയും. നമ്മുടെ നാട്ടിലൊരു പൂച്ച വന്നിട്ടുണ്ട്. ആ പൂച്ച കാരണം നമുക്ക് ആർക്കും ജീവിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ജീവിതം എല്ലാം നമ്മൾക്ക് ഓരോ ദിവസം പേടി നിറഞ്ഞതാക്കി മാറ്റിയിരിക്കുകയാണ് ആ പൂച്ച. ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ പൂച്ചയെ കൊണ്ട്. അതെപ്പോഴാണ് നമ്മളുടെ ആരുടെ മുമ്പിലോട്ടാ ചാടി വീഴുന്നതെന്നും ആരെയാണ് പിടിച്ച് കൊല്ലുന്നതെന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആ പൂച്ചയെ കൊണ്ട് ഭയങ്കര ശല്യമാണെന്ന് പറയും. അപ്പം പലവരും പൂച്ചയെ ഓടിക്കാൻ വേണ്ടി പല പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ അവിടെ പറയും. പക്ഷേ ഇതെല്ലാം കേട്ടിട്ട് ആ പ്രായം ചെന്ന എലിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് കൂട്ടത്തിൽ മുൻനിരയിലിരിക്കുന്ന ഒരു എലി എഴുന്നേറ്റിട്ട് പറയും, നമുക്കൊരു പണി ചെയ്യാം, ആ പൂച്ചയുടെ കഴുത്തിലൊരു മണി കെട്ടാം. അങ്ങനെ മണി കെട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ പൂച്ച നമ്മുടെ അടുത്ത് വരുമ്പം നമുക്ക് നേരത്തെ അറിയാൻ പറ്റും, മുൻകൂട്ടി അറിയാൻ പറ്റും. അങ്ങനെ നമുക്ക് ഓടി രക്ഷപ്പെടാനും പറ്റുമെന്ന് പറയും. അങ്ങനെ ഈ എലിയുടെ അഭിപ്രായം, മുൻനിരയിലിരുന്ന ആ എലി പറയുന്ന അഭിപ്രായം കേട്ട് മറ്റ് എലികളെല്ലാം അതെല്ലാം സമ്മതിച്ചു കൊടുക്കും. അങ്ങനെ നല്ലൊരു കാര്യമാണ് പറഞ്ഞതെന്ന് പറഞ്ഞ് എല്ലാ എലികളും അത് സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ആ എലിയോട് ഇങ്ങനെ സംസാരിച്ചിട്ട് നിൽക്കുമ്പം വേറെ എലി എഴുന്നേറ്റ് നിന്നിട്ട് ചോദിക്കും, മണി കെട്ടാൻ നമുക്ക് ആരാദ്യമേ പോയി മണി കെട്ടുമെന്ന് ചോദിക്കും. അന്നേരം ഈ പറഞ്ഞെലിയും എല്ലാ എലികളും മിണ്ടാതിരിക്കും. ആർക്കും പൂച്ചയുടെ അടുത്ത് പോകാനോ മണി കെട്ടാനോ ഒന്നുമുള്ള ധൈര്യമില്ല. ഈ പൂച്ച ഭയങ്കര ക്രൂരനായ പൂച്ചയാണ്. എപ്പോഴാണ് ആരുടെ മേലിലാണ് ചാടി വീഴുന്നതെന്നോ ആരെയാണ് കടിച്ചു കൊല്ലുന്നതെന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് പ്രശ്നക്കാരനായ പൂച്ചയാണ്. അപ്പോൾ മണി ആർക്കും തന്നെ കെട്ടാനൊക്കത്തില്ലെന്നുള്ള കാര്യം മനസ്സിലാവും. അപ്പം പറയാൻ ഭയങ്കര എളുപ്പമാണ്. ഒരു പൂച്ചയുടെ കഴുത്തിൽ കൊണ്ട് മണി കെട്ടാൻ വേണ്ടി പറയാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ അത് ചെയ്യാൻ ഭയങ്കര പാടുമാണ്. അപ്പം എളുപ്പത്തിൽ നമുക്കൊരു കാര്യം വേണമെങ്കിൽ പറയാൻ പറ്റും, പക്ഷെ അത് പ്രവർത്തിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതാണ് ഇതിലൂടെ മനസ്സിലാക്കാനുള്ളത്. കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ടാറ്റ, ബൈ ബൈ.